അട്ടപ്പാടിയിൽ അരിവാൾ രോഗിയായ ആദിവാസി പെൺകുട്ടി മരിച്ചു. വടക്കോട്ടുതറ സ്വദേശി അമൃത ലക്ഷ്മിയാണ് മരിച്ചത്. രാവിലെ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വഴിയായിരുന്നു മരണം. വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, അരിവാൾ രോഗം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണോ അട്ടപ്പാടിയിൽ? രാജ്യത്തെ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ നടക്കുന്ന മൂന്നാമത്തെ മരണമാണിത്. അട്ടപ്പാടിയിൽ ഈ അരിവാൾ രോഗം ബാധിച്ച് ആദിവാസി മരിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 20-നും 30-നും ഇടയിൽ പ്രായമുള്ള 2 യുവതികളാണ് മരിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വടക്കോട്ടത്തറ സ്വദേശിയായ അമൃത ലക്ഷ്മിയെ കൂടി അരിവാൾ രോഗം കവർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ അരിവാൾ രോഗം ആദിവാസികൾക്കും അതുപോലെ തന്നെ വയനാടൻ ജെട്ടിമാർക്കും ഇടയിൽ വ്യാപകമാണ്. എന്നാൽ ഇതിന് കൃത്യമായ ചികിത്സാ സംവിധാനങ്ങളുണ്ട്. നിലവിൽ ഇത് നമ്മൾ ഹീമോഗ്ലോബിനിലെ ഒരു വൈകല്യം, അല്ലെങ്കിൽ ഈ ചുവന്ന രക്താണു അരിവാൾ കണക്കെ വളയുന്നതാണ് യഥാർത്ഥത്തിൽ ഈ സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം. ഇത് രക്തക്കുഴലിലൂടെ സാധാരണ രക്താണുവിന് പോകുന്നത് പോലെ തന്നെ ഇതിന് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതാണ് പലപ്പോഴും മരണത്തിലേക്ക് എത്തുന്നത്. എന്തായാലും കൈകാൽ വിളർച്ച, അതുപോലെ തന്നെ കൈകാലിന് കടുത്ത വേദന, ദേഹമാസകലം ഉണ്ടാകുന്ന കടുത്ത വേദന ഉൾപ്പെടെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. എന്തായാലും ഒരു 5-6 മാസത്തിനകം തന്നെ കടുത്ത വേദന ഇക്കാര്യത്തിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും അട്ടപ്പാടിയിൽ നമുക്കറിയാം, അട്ടപ്പാടിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം ശിശുമരണ നിരക്ക് വർദ്ധിച്ചു വരുന്നു, ശിശു നിരക്ക് വർദ്ധിച്ചു വരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നേരിടുന്ന ഒരു സ്ഥലം കൂടിയാണ് അട്ടപ്പാടി. ഇവിടെയാണ് ഇപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ അരിവാൾ രോഗം ബാധിച്ച് ആദിവാസികൾ മരിക്കുന്ന ഒരു സംഭവം എത്തിയിരിക്കുന്നത്. എന്തായാലും കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ മാത്രമാണ് ഇതിന്റെ ഒരു പ്രാഥമിക ചികിത്സാ സംവിധാനങ്ങളുള്ളത്. പക്ഷേ ഇത് അത്ര ഫലപ്രദമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിന് വിദഗ്ധ ചികിത്സ ലഭിക്കണമെങ്കിൽ അട്ടപ്പാടി ചുരമിറങ്ങണം, അല്ലെങ്കിൽ കോയമ്പത്തൂരിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. എന്തായാലും ഇതിപ്പോൾ ഈ 2 മാസത്തിന് ഇടെ നടന്നിരിക്കുന്ന മൂന്നാമത്തെ മരണം എന്നുള്ള രീതിയിൽ ഇത് അതീവ ദുഃഖകരമായ കാര്യമായി തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. രഞ്ജിത്ത്, ശരി. വിനേഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു.